നമ്മളങ്ങനെ കൊല്ലം മങ്ങാട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഹൈവേ പണി നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ വണ്ടി സൈഡ് വഴിക്ക് മാറ്റിയിട്ടേക്കാണ്. ഒരു വണ്ടി ഫ്രണ്ടിൽ അശോക് ലേലാൻ്റെ 6 വീല് വണ്ടി ബാറ്ററി ഡൗൺ ആയി. രാത്രി ഫുള്ള് ഫാനായിട്ട് കിടന്നുറങ്ങി കാണും. അങ്ങനെ ഡൗൺ ആയതാണെന്ന് തോന്നുന്നു. അതങ്ങനെ രാവിലെ അടിച്ച് ബാറ്ററി വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. നമ്മളങ്ങനെ ഇവിടെ പോസ്റ്റാണ് നമ്മുടെ ചെറുക്കൻ വെയിറ്റിംഗ് ആണ്. 10 മണി സ്കൂൾ ടൈം ഉണ്ട്. സ്കൂൾ ടൈം കഴിഞ്ഞ് 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഗോഡൗണിൽ വന്നിരിക്കുകയാണ് ഗീസ്. ഇതാണ് മങ്ങാട് ഗോഡൗൺ, കൊല്ലം മങ്ങാട് ഗോഡൗൺ. അല്ല, അൾട്രാടെക്കിൻ്റെ സിമെൻ്റാണ്. ലൈലാൻഡിൻ്റെ വണ്ടിയാണ്. അല്ല, രാജലിംഗത്തിൻ്റെ വണ്ടിയാണ്. പേര് നോക്കട്ടെ, പേര് രാജലിംഗം. അതെ, രാജലിംഗം ട്രാൻസ്പോർട്ടിൻ്റെ വണ്ടിയാണ്. 14 വീല് ലൈലാൻഡാണ്. അൾട്രാടെക്കാണ് ഇവിടെ വരുന്നത്. ഇവിടെ എല്ലാ സിമെൻറ്റും ഉണ്ട്. അൾട്രാടെക്ക്, അംബുജ, രാംകോ, എല്ലാ സിമെൻറ്റും ഉണ്ട്. ഇല്ലാത്തൊന്നുമില്ല. ശങ്കർ ഈ സൈഡാണ്. ശങ്കറിൻ്റെ സ്പേസ് ഇവിടാണ്, അതിനകത്താണ് ഇറക്കുന്നത്. അപ്പോൾ ഇവിടെ വഴിയിൽ റോഡ് പണി നടക്കുക, കോൺക്രീറ്റ്. അപ്പോൾ അത് നടക്കുന്നത് കൊണ്ട് ഇന്നലെ ഒന്നും വണ്ടി ഇവിടെ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇവിടെ സ്റ്റോക്ക് സാധനം ഇല്ല, സിമെൻ്റ് ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ റോഡിൽ ഒട്ടും വണ്ടി കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉള്ള വണ്ടിയെല്ലാം ലോഡ് ഇറക്കി വിട്ടിട്ട് പറഞ്ഞു വിടാനുള്ള പരിപാടി, ഇല്ലെങ്കിൽ വൈകിട്ടാവും. എന്തായാലും ഭാഗ്യമുണ്ട്, കൊച്ചു വണ്ടി താണ്ട അടുത്ത് പിടിച്ചിട്ടിട്ട് കൊച്ചു വണ്ടിയിൽ ലോഡ് കയറ്റുന്നുണ്ട്. കൊച്ചു വണ്ടിയിൽ നമ്മുടെ ശങ്കർ കയറ്റി കഴിഞ്ഞു. അണ്ണന്മാർ ഇവിടുന്ന് കൊച്ചു വണ്ടി കയറ്റി വിട്ട് ഒരു ബാക്കിൽ നിന്ന് ഇവിടെ ഇറക്കി വെക്കുകയാണ് ഗൈസ്. എല്ലാ ഡോറും തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ണന്മാർ പടപട ഇറക്കുകയാണ്. എല്ലാം ഇവിടെ ഉള്ള അണ്ണന്മാരാണ്. ഇഷ്ടംപോലെ ഉണ്ട്, അതുകൊണ്ട് വിഷയമില്ല. എല്ലാം ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹലോ, അണ്ണന്മാർ ഭയങ്കര സ്പീഡാണ്. വേറെ വണ്ടി വരുന്നുണ്ട്. ഓക്കെ, അൾട്രയുടെ സിമെൻ്റ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ വണ്ടിയിൽ. ഇത് ഷൈനിൻ്റെ വണ്ടിയാണ്, ഷൈൻ 54 മൊട്ടയുണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. സെറ്റപ്പ് ഗോഡൗണാണ്. ഇത് നമ്മുടെ അണ്ണനാണ്. നായക രാവിലെ പണിയിലാണ്. അടുത്ത കൊച്ചു വണ്ടി കൊണ്ടുവന്നു. അകത്തുനിന്ന് എന്തോ സിമെൻ്റ് കയറ്റാൻ. അകത്ത് രാംകോയുണ്ട്. രാംകോ കയറ്റാനുള്ള പേടി. ഇതാണ് രാംകോയുടെ ഓഫീസ്. നമ്മുടെ ഓഫീസ് ഇവിടാണ്, ശങ്കറിൻ്റെ. അവിടെ കാണുന്നതാണ്. എല്ലാത്തിൻ്റെയും ഓഫീസുണ്ട് ഇവിടെ. ഇതാണ് വരുന്ന വഴി. കറക്റ്റ് വണ്ടി വരാനുള്ള സ്പേസേ ഉള്ളൂ. കൊച്ചു വണ്ടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടേക്കാണ്. ഗോഡൗൺ അടിപൊളി ഗോഡൗണാണ്. ഇനി നമുക്ക് വേറെ വ്യൂ കാണിക്കാൻ പോവാണ്. കായൽ ഇതാണ് ഇവിടുത്തെ വ്യൂ. അന്യ വ്യൂ ആണ്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കണ്ടോ, പോളി സാധനം. എൻ്റെ മോനെ, വെള്ളം കയറി കിടക്കും. നേരത്തെ ഈ സൈഡിൽ കൂടെ ഇതുവഴി നടന്ന് അങ്ങ് ആ സൈഡിലൊക്കെ പോകാൻ പറ്റുമോ? ഇപ്പോൾ വെള്ളം കയറി കിടക്കുകയാണ്. വേലിയിറക്കം, വേലി കയറ്റം, അങ്ങനെ കണ്ടൊക്കെ ഉണ്ട്, സംഭവമുണ്ട്. കായലിൽ പിന്നെ ഒരുപാട് വെള്ളം അങ്ങനെ കയറൂല. കടലിലോട്ട് ഒഴുകി പോകുന്നതുകൊണ്ട് ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. പക്ഷേ മുമ്പൊക്കെ ഇതിലും കുറവ് വെള്ളമായിരുന്നു. ഇപ്പോൾ ഒരടിയോളം വെള്ളം കൂടിയിട്ടുണ്ട്. ഒരു വേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വേലി കെട്ടി നിർത്തിയേക്കുക. പക്ഷേ വേലി കെട്ടിയിട്ട് ഒരു പ്രയോജനമില്ല. വേസ്റ്റ് എല്ലാം ഇവിടെ തന്നെ കറക്റ്റ് എത്തുന്നുണ്ട്. ഇതാണ് കായൽ, കൊല്ലം കായൽ, മങ്ങാട് കായൽ. അടിപൊളി സ്ഥലമാണ്. ഇതാണ് നമ്മൾ ലോഡ് ഇറക്കാൻ വന്നത്. ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട് പെട്ടെന്ന് ലോഡ് ഇറക്കി വിടാനുള്ള സാഹചര്യമാണ്. നമുക്കൊരു 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ ലോഡ് ഇറക്കി വെച്ചിട്ട് പോവാം. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. ലോഡ് ഇറക്കിയിട്ട് വെളിയിൽ കൊണ്ടുവന്ന് റോഡിലിട്ട് പോവാം. മറ്റേ വണ്ടി, രണ്ടാമത് വന്ന പ്രവീണൻ്റെ വണ്ടി പിടിച്ചിട്ടിട്ടുണ്ട്. അതും ചിലപ്പോൾ ഇന്ന് ലോഡ് ഇറക്കിയിട്ട് വിടും. ഞാൻ അഥവാ മഴ വല്ലതും ഉണ്ടായാൽ ബോഡി നനയായിരിക്കാൻ വേണ്ടി ടാർപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് സേഫ്റ്റി.
അങ്ങനെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടേക്കാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടി എടുത്ത് നേരെ അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടി വീണ്ടും തിരുനെൽവേലിയിലേക്ക് പോവുകയാണ്.